ശതകോടീശ്വരൻ ഇലോൺ മസ്ക് സിംഗപ്പൂരിലെ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. രാജ്യം വംശനാശ ഭീഷണിയിലാണെന്നാണ് മസ്ക് മുന്നറിയിപ്പ് നൽകുന്നത്. സിംഗപ്പൂരിൻ്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 0.97 ആയി കുറഞ്ഞു. ഇത് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമാകുന്നു. പ്രായമാകുന്ന ജനസംഖ്യയും ചുരുങ്ങുന്ന തൊഴിൽ ശക്തിയും വെല്ലുവിളിയായി സിംഗപ്പൂരിനെ പിടിമുറുക്കുന്നതിനിടെയാണ് മസ്കിൻ്റെ മുന്നറിയിപ്പ്. 2030ഓടെ സിംഗപ്പൂരിലെ ജനസംഖ്യയുടെ 24% മുതിർന്ന പൗരന്മാരാകുമെന്ന് ഐക്യരാഷ്ട്രസഭ പ്രവചിക്കുന്നു. ഇത് ജപ്പാനെ പോലെ ഒരു സൂപ്പർ ഏജ്ഡ് സൊസൈറ്റിയായി സിംഗപ്പൂരിനെ മാറ്റും. ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഹോങ്കോങ്, ചൈന എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ സമാന വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. സിംഗപ്പൂരിലെ കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്കിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കോവിഡ് വില്ലനായി വരുന്നു. മഹാമാരി വിവാഹത്തിനും പ്രത്യുൽപാദനത്തിനും തടസ്സമായി. ഇത് ജനന നിരക്കിൽ കുറവുണ്ടാക്കി. സിംഗപ്പൂരിലെ ഉയർന്ന ജീവിത ചെലവും കുട്ടികളെ വളർത്തുന്നതിനുള്ള സാമ്പത്തിക ബാധ്യതയും പല ദമ്പതികളെയും കുട്ടികളെ ജനിപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. ഒരു മികച്ച രക്ഷിതാവാൻ കഴിയില്ലെന്ന സമ്മർദ്ദവും കുട്ടികളെ പരിപാലിക്കാൻ കഴിയില്ലെന്ന ഭയവും കുട്ടികളുണ്ടാകാൻ വൈകിപ്പിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നു. ജോലിയും കുടുംബവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ വെല്ലുവിളിയാകുന്നു. ജനനനിരക്ക് കുറയുന്നത് സിംഗപ്പൂരിൻ്റെ സമ്പദ് വ്യവസ്ഥ, സമൂഹം, ഭാവി എന്നിവയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ജനസംഖ്യ കുറയുന്നത് തൊഴിൽ ശക്തി കുറയുന്നതിലേക്ക് നയിക്കും. ഇത് വിദഗ്ധ തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് വെല്ലുവിളിയാകും. പ്രായമാകുന്ന ജനസംഖ്യ സിംഗപ്പൂരിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. ജനസംഖ്യ കുറയുന്നത് സാമ്പത്തിക വളർച്ച, നികുതി വരുമാനം എന്നിവയിലും കുറവുണ്ടാക്കും. പ്രതിസന്ധിക്ക് മറുപടിയായി തൊഴിലാളി ക്ഷാമം പരിഹരിക്കാൻ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള നൂതന പരിഹാരങ്ങൾ തേടുകയാണ് സിംഗപ്പൂർ. 10,000 തൊഴിലാളികൾക്ക് 770 വ്യാവസായിക റോബോട്ടുകളുള്ള രാജ്യം റോബോട്ട് സാന്ദ്രതയിൽ ആഗോളതലത്തിൽ 2ാം സ്ഥാനത്താണ്. ഹ്യൂമനോയിഡ് റോബോട്ടുകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന ടെസ്ല കമ്പനിയുടെ മേധാവിയായ ഇലോൺ മസ്ക് സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ നേരിടുന്ന തൊഴിൽ, ജനസംഖ്യാപരമായ വെല്ലുവിളികൾക്കുള്ള പരിഹാരമായാണ് റോബോട്ടിക്സിനെ കാണുന്നത്. തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കാനും ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്താനും പൗരന്മാരുടെ ജീവിത നിലവാരം ഉയർത്താനും റോബോട്ടുകൾക്ക് കഴിയുമെന്ന് മസ്ക് കരുതുന്നു.